ഇന്ന് നമുക്കൊരു കഥ പറഞ്ഞാലോ? ആമയും മുയലും. ആമയുടെയും മുയലിൻ്റെയും കഥ കേൾക്കാത്തവരായി ആരും ഉണ്ടാവില്ല. അപ്പം നമുക്ക് കഥ പറഞ്ഞു തുടങ്ങാം. ഒരു ചെറിയ കാട്ടിൽ അഹങ്കാരിയായ ഒരു മുയലുണ്ടായിരുന്നു. അവൻ എല്ലാവരെയും കളിയാക്കുമായിരുന്നു. തന്നെപ്പോലെ ഓടാൻ കഴിവുള്ളവർ ഈ കാട്ടിൽ ഇല്ലെന്ന് അവൻ വീമ്പ് പറയുമായിരുന്നു. ഒരു ദിവസം അവൻ ആമയെ കളിയാക്കി പറഞ്ഞു, അയ്യയ്യേ, നിനക്ക് എന്നെപ്പോലെ ഓടാൻ പറ്റില്ലല്ലോ, വളരെ മെല്ലെയാണല്ലോ നിന്റെ പോക്ക്. മുയൽ ആമയെ ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞ് പരിഹസിക്കുകയും ഓട്ട മത്സരത്തിന് വെല്ലുവിളിക്കുകയും ചെയ്തു. ഒരു ദിവസം സഹികെട്ട ആമ വെല്ലുവിളി സ്വീകരിച്ചു. അങ്ങനെ നീ കളിയാക്കുകയൊന്നും വേണ്ട, ഞാൻ ഓട്ട മത്സരത്തിന് തയ്യാറാണെന്ന് ആമ പറഞ്ഞു. ഇത് കേട്ട മുയലിന് ചിരി വന്നു. എങ്കിലും മുയൽ സമ്മതിച്ചു. ആമയും മുയലും ഓട്ടമത്സരം നടത്തുന്നത് കാട്ടിലെ പല മൃഗങ്ങളും അറിഞ്ഞു. അങ്ങനെ ആമയും മുയലും ഓട്ടമത്സരത്തിന് തയ്യാറായി. കാട്ടിൽ കുറച്ച് അകലെയുള്ള വലിയ ആൽമരമായിരുന്നു ലക്ഷ്യസ്ഥാനം. കുറുക്കനായിരുന്നു റഫറി. ഓട്ടം തുടങ്ങിയതും മുയൽ വളരെ വേഗത്തിൽ ഏറെ ദൂരത്തെത്തി. ഇനി കുറച്ചു ദൂരമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ മുയൽ ആമയ്ക്ക് തന്നെ തോൽപ്പിക്കാനാവില്ലെന്ന് ഉറപ്പിച്ചു. അങ്ങനെ ക്ഷീണമകറ്റാനായി മുയൽ ഒരു മരച്ചുവട്ടിലിരുന്നു. പക്ഷേ മുയൽ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ആമ പതുക്കെ നടന്ന് ലക്ഷ്യസ്ഥാനത്തിൻ്റെ അടുത്തെത്തി. ഇതൊന്നും അറിയാതെ ഉറങ്ങുകയായിരുന്നു മുയൽ. മൃഗങ്ങളുടെ ആർപ്പുവിളി കേട്ട് ഞെട്ടിയിരുന്നപ്പോൾ ആമ ലക്ഷ്യസ്ഥാനം തൊട്ട് ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ കഴിവിൽ ഒരിക്കലും നമ്മൾ അഹങ്കരിക്കരുത്.